Hi everyone. 24th January shift 2 question number 11 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Let's go to the question. The correct order of carbon, nitrogen, oxygen and fluorine in terms of second ionization potential. നമുക്ക് ഒരിക്കലും അവർ ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ചല്ല പറയുന്നത്, സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അയാളുടെ സെക്കൻഡ് അയണൈസേഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്. നോക്കൂ, കാർബൺ, നെക്സ്റ്റ് നൈട്രജൻ, നെക്സ്റ്റ് ഓക്സിജൻ, നെക്സ്റ്റ് ഫ്ലോറിൻ. സി, ആദ്യത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്. ഫസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ S2P2, സെക്കൻഡ് S2P3, നെക്സ്റ്റ് S2P4 ആൻഡ് ഫ്ലോറിൻ S2P5. മക്കളെ, നമ്മളോട് ഒരിക്കലും ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ അയണൈസേഷൻ എനർജിയെ കുറിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒന്നാമത്തെ അയണൈസേഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടല്ല, രണ്ടാമത്തെ അയണൈസേഷൻ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോണിനെ വീണ്ടും റിമൂവ് ചെയ്യുക. അപ്പം ഞാൻ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു. അപ്പോൾ ഇയാളുടെ കോൺഫിഗറേഷൻ S2P1 എന്നായി. അടുത്ത ആളുടെ കോൺഫിഗറേഷൻ S2P2 എന്നായി. ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് വൺ ഇലക്ട്രോൺ, the new configuration S2P3, next S2P4. മക്കളെ, ഇതിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി വരിക? സി, നമ്മൾ പഠിച്ച അയണൈസേഷൻ എനർജിൻ്റെ ഓർഡർ നമുക്കൊന്ന് എഴുതാം. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് അയണൈസേഷൻ എനർജി ദാറ്റ് വി സ്റ്റഡി? ഏറ്റവും കുറവ് S1 കഴിഞ്ഞാൽ S2P1, പിന്നാരാണ് S2, പിന്നാരാണ് S2P2, പിന്നാരാണ് S2P4, പിന്നാരാണ് S2P3. അപ്പോൾ ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി വരുന്ന കോൺഫിഗറേഷൻ ആരാണെന്ന് ചോദിച്ചാൽ S2P3 ആണ്. അപ്പോൾ S2P3 ഇവിടെ ആരാണ്? ഓക്സിജൻ ആണ്. അപ്പോൾ ഞാൻ ആദ്യം ആരെ എഴുതി? ഓക്സിജൻ എഴുതി. ഓക്സിജൻ കഴിഞ്ഞാൽ S2P4 ആരാണ്? ഫ്ലോറിൻ. അപ്പോൾ ഓക്സിജൻ, ഫ്ലോറിൻ. പിന്നെ നമ്മൾ പോവുക S2P2ലേക്ക്, മീൻസ് ഇറ്റ്സ് നൈട്രജൻ. നെക്സ്റ്റ് ആരാണ്? കാർബൺ. ഇതാണ് ഇയാളുടെ അയണൈസേഷൻ എനർജി, സെക്കൻഡ് അയണൈസേഷൻ എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. താങ്ക് യു.